ഇപ്പോഴത്തെ ട്രെൻഡായ ആൻറ്റി ടെർണിഷിൽ വരുന്ന ഒരു മോഡലാണ് നമ്മളിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ മോഡൽ വരുന്നത്. ഇത് നമുക്ക് വളാണെന്നോ ബ്രേസ്ലെറ്റെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ വളയുടെ ക്ലാസ്സിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ എന്തൊക്കെ മെറ്റീരിയൽ വേണമെന്ന്. ഇത് മെമ്മറി വയറാണ്. ഇത് ഈ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ അതിൻ്റെ ഗോൾഡൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗോൾഡിൻ്റെ ഈ ഒരു പീസേ ഉള്ളൂ. ബാലൻസ് എവിടെയായിരിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിപാടും ഇല്ല കേട്ടോ. എൻ്റെ മോൾ എവിടെയോ കൊണ്ടിട്ടിട്ടുണ്ട്. ഭാഗ്യത്തിന് എനിക്ക് ഈ ഒരു പീസ് കിട്ടി. അത് കാരണം എനിക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ചെയ്തു തരാൻ പറ്റി. സിൽവറിലും ചെയ്യാം, പക്ഷേ ആ ഒരു ആൻറ്റി ടെർണിഷിൻ്റെ ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗോൾഡിൽ തന്നെ ചെയ്യണമല്ലോ. പിന്നെ കുറച്ച് ചാംസ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലീഫിൻ്റെ ചാമ്പ്, അതുപോലെ ഒരു ഹാർട്ടിൻ്റെ ചാംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോൺ, നമ്മുടെ കുന്തൻ സ്റ്റോൺ, ഒരു പേള്, ബട്ടർഫ്ലൈ, അങ്ങനെ കുറച്ച് സ്റ്റാമ്പ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബീഡ് സെറ്റാക്കാനായിട്ടാണ്. പിന്നെ വേണ്ടത് ഫ്യൂസ് സ്റ്റാറാണ്, ഒരു ചെറിയ പീസ്. പിന്നെ നമുക്ക് ഗോൾഡൻ ബീഡ് വേണം. ഈ ഒരു ബീഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതിൻ്റെ സെൻറ്ററിലൊക്കെ. ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്യ പീസ് ആയതുകൊണ്ടാണ് നമ്മൾ വേറെ എക്സ്ട്രാ കട്ട് ചെയ്ത് അതിൽ നിന്ന് എടുക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മെമ്മറി വയറിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെയൊക്കെ ഒരുപാട് മോഡൽസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാൻ എന്തിനോ വേണ്ടി എടുത്തു വെച്ചിരുന്ന ഒരു പീസാണ് അത്. കാരണം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വളഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അത് ലാസ്റ്റിൽ ഒട്ടിക്കാം സൈഡിൽ. സെൻറ്ററിലേക്ക് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ചാംസൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു സ്ഥലത്ത് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരു സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്ന് നീങ്ങിയിട്ടായിട്ട് നിങ്ങൾ ഒട്ടിച്ചെടുക്കുക. നമുക്ക് ചാംസ് ഒരു 3-4 ചാംസ് ഇട്ട് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ B7000 ഗ്ലൂ വെച്ചിട്ട് ഫസ്റ്റിലെ ബീഡൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചാംസുകൾ ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബീഡ്സും കൂടി ഒട്ടിച്ചെടുക്കുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ആൻറ്റി ടെർണിഷിൻ്റെയൊക്കെ ഈ ഒരു മോഡൽ വരും നല്ല റേറ്റ് വരുന്നുണ്ട്. 350-450 ഒക്കെ ആ റേറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഷിപ്പിംഗ് ഒക്കെ കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ആ ഒരു ലുക്കിൽ നമുക്ക് ഇടാമല്ലോ. എത്രയായാലും ആൻറ്റി ടെർണിഷിൻ്റെ അത്ര വരില്ലെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ലുക്കിൽ കുറച്ച് നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും ചെയ്യും കേട്ടോ. മെമ്മറി വയറിൻ്റെ കളറൊന്നും പോവില്ല. ഇത് നിങ്ങൾക്ക് സിൽവറിലും ചെയ്തെടുക്കാം. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് ഫൈനലായിട്ട് വരിക എന്നുള്ളത്. ഇനി നമുക്ക് ചാംസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് സൈഡ് റിങ്ങിലേക്ക് ഫസ്റ്റ് ഒരു ചാംസ് ഇട്ടിട്ടുണ്ട്. അതൊരു ഹാർട്ട് ഷേപ്പാണ്. അപ്പോൾ അത് ഇതുപോലെ സൈഡ് റിങ്ങിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഒരു സൈഡ് റിങ് കൂടി ഇട്ടിട്ട് വേണം കേട്ടോ അതിലേക്ക് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് ചെരിഞ്ഞ് നിൽക്കും, നമ്മുടെ ചാംസ് ചെരിഞ്ഞ് നിൽക്കും. അപ്പോൾ 2 സൈഡ് റിങ് ഇട്ടിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് റിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ഒന്ന് 2 സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഇത് കുറച്ച് വലിയ സൈസാണ് സൈഡ് റിങ് വരുന്നത്. അപ്പോൾ അത് അത്രയും വേണ്ട. അപ്പോൾ ഒരുപാട് ലെങ്ത്തിൽ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് 2 സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് സൈഡ് റിങ് ഒന്ന് ചെറുതായി വരും. സൈഡ് റിങ് എന്ന് പറയുന്നതാണ് ജമ്പ് റിങ് കേട്ടോ. ചിലർ സംശയം ചോദിക്കാറുണ്ട്. രണ്ടും സെയിം ആണ്. 2 രീതിയിൽ നമുക്ക് പറയാം. കട്ടിങ് സ്പ്രിങ് എന്നൊക്കെ പറയാം. ഇപ്പോൾ ദേ നമ്മൾ ഫസ്റ്റിലുള്ളത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടുന്നത് ബീഡാണ് കേട്ടോ. ഗോൾഡൻ ബീഡാണ്. ഒന്നും കൂടി നമ്മൾ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിക്കാൻ. അത് രണ്ടും കൂടി അങ്ങനെ അടുത്ത് പിടിച്ച് ഒട്ടിക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കുക. എങ്കിലാണ് നമ്മുടെ ആ ഒരു ചാംസ് ഇട്ടത് ഇതുപോലെ ഫ്ലെക്സിബിളായിട്ട് എടുക്കുള്ളൂ. ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കരുത്. അങ്ങനെ ഫ്ലെക്സിബിൾ ആവും, പക്ഷേ എങ്കിലും ആ ഒരു ലുക്ക് കിട്ടില്ല നമുക്ക്. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അടുത്ത ബീഡും ഒട്ടിച്ചെടുക്കണം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വള റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഈ ഒരു ബേസിക് അറിഞ്ഞാൽ മതി, നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്ന് കരുതി ആരും വീഡിയോ ഫുള്ളായിട്ട് കാണാതിരിക്കരുത് കേട്ടോ. നിങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരുമ്പോഴേ നമ്മുടെ ചാനലിന് ഗ്രോ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ ആഡ്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ തരാൻ നോക്കുക. നമ്മൾ ഫ്രീ ക്ലാസ്സാണ് തരുന്നത്, വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. എങ്കിലേ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ, അതുപോലെ ചാനൽ ഗ്രോ ആവുള്ളൂ. അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പൊക്കെ ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ചാംസായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കട്ടിങ് സ്പ്രിങ് നമുക്ക് ചെറുതായിട്ടൊന്ന് ചെറുതാക്കി എടുക്കണമെങ്കിൽ 2 സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക ഒരു പീസ്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായി കിട്ടും. ഇനി അടുത്തത് കുന്തൻ സ്റ്റോൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു കുന്തൻ സ്റ്റോൺ നമ്മളിതിലേക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു സൈഡ് റിങ് ഇട്ടിട്ട് നമുക്കതിനെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനും നമ്മൾ 2 സൈഡ് റിങ് ഇടേണ്ടി വരില്ല. നമുക്ക് ചിലതിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. ലാസ്റ്റിൽ ഞാനൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ, ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ചെയ്യുന്നതിന് ഞാൻ ഒറ്റ സ്പ്രിങ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം അത് കുറച്ച് ലെങ്ത്തിൽ അതിനൊരു
ഹോൾ ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ 2 ചാംസിൻ്റെ ആവശ്യമില്ല, ഒറ്റ ചാംസിൻ്റെ ആവശ്യമുള്ളൂ. കുന്തനൊക്കെ നമ്മൾ 2 ചാംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ചാംസ് ഇട്ടിട്ട് നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റിൽ ഇട്ടത് ഏത് സ്ഥലത്തേക്കാണോ ഫ്രണ്ട് വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഫ്രണ്ട് സൈഡിൽ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞ് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഇതുപോലെ ഇടുമ്പോൾ കണ്ടോ അത് തല തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ തിരിച്ച് കറക്റ്റ് രണ്ടും എല്ലാം ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. അത് കറക്റ്റ് ആക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തന്നെ നമ്മളത് ലാസ്റ്റ് ആ കട്ടിങ് സ്പ്രിങ് ജസ്റ്റ് അകത്തിയൊക്കെ ചെയ്തെടുക്കേണ്ടി വരും. അതിൽ നല്ലത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റാക്കി പോവുകയാണ്. ഇനി വീണ്ടും നമ്മൾ ഗോൾഡൻ ബീഡ് ഇട്ട് നേരത്തെ ചെയ്ത പോലെ ഗ്യാപ്പ് ഇട്ട് ഗോൾഡൻ ബീഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് ഇട്ട് കൊടുക്കുന്നത്. എങ്കിലും ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്ത് പോവുക. അപ്പോൾ ഈ മെമ്മറി വയർ വെച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് കുറച്ച് മോഡൽസ് ചെയ്തിട്ടുണ്ട്, വെറൈറ്റി മോഡൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ്. അപ്പോൾ ഈ മെമ്മറി വയറിനൊക്കെ 10 ഗ്രാം ആ ഒരു റേറ്റ് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. അധികം റേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതിൻ്റെ ഒപ്പം നമുക്കിത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഓരോ ചാംസും ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ പേൾ ആഡ് ചെയ്യുക. അപ്പോൾ പേൾ ആഡ് ചെയ്യുമ്പോൾ ഫ്യൂസ് സ്റ്റാറിലൂടെ അത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പേൾ ഇട്ടിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് വളച്ച് അവിടെ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഒന്ന് വളച്ച് കഴിഞ്ഞ് ബാലൻസ് കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഗുങ്കുരു ചെയ്തെടുക്കുന്ന പോലെ. ഗുങ്കുരുവൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഗുങ്കുരു മേക്കിംഗ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. പരമാവധി വീഡിയോസിലൊക്കെ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഗുങ്കുരു ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഗുങ്കുരു ബീഡ്സ് ഇട്ടതിൽ നമുക്ക് കട്ടിങ് സ്പ്രിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അത് തന്നെ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ബീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിലാണ് നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റാർ കൊടുക്കുന്നത്. കുട്ടികളുടെ രീതിയിൽ ചെയ്ത കാരണം ആ ഒരു സ്റ്റാറും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിങ്ങനെ പല ചാംസുകൾ വെച്ച് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ കമ്പിവള കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്കിത് ചെയ്തെടുക്കാം. കട്ടി കുറവുള്ളത് കിട്ടണം. നല്ല കട്ടിയുള്ള കമ്പിവളയിൽ നമുക്ക് നമ്മുടെ ബീഡ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കട്ടി കുറഞ്ഞ കമ്പിവള കിട്ടുന്നുണ്ടെങ്കിൽ അതിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കുറച്ചും കൂടി ഒരു കട്ടി കിട്ടും. മെമ്മറി വയറിന് കട്ടി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചും കൂടി കട്ടിയിൽ കിട്ടും എന്ന് മാത്രം. അപ്പോൾ അതേ നമ്മുടെ സ്റ്റാറിൻ്റെ ചാംസും കൂടി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ വള വരുന്നത്. ഇനി നമുക്ക് 2 സൈഡിലും ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇടയിൽ ഇട്ട് കൊടുത്ത ബീഡ് തന്നെയാണ് ലാസ്റ്റിൽ 2 ബീഡ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ജസ്റ്റ് ഗ്ലൂ വയ്ക്കുക, നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിലേക്ക് നമ്മളൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിൽ ഒട്ടി കിട്ടും. കാരണം ബീഡിൻ്റെ ഹോള് കുറച്ച് വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു കമ്പി ഏതെങ്കിലും ഒരു സൈഡിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് ഉണങ്ങി നിന്നോളും. B7000 ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് 24 മണിക്കൂർ നമ്മൾ ഡ്രൈ ആവാൻ വച്ചിട്ട് വേണം, ഇല്ലെങ്കിൽ ബീഡ്സൊക്കെ ഊരിപ്പോവും. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിലൂടെ പറയുക. അതുപോലെ ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രീ ക്ലാസ്സാണ്. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതി.